إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إسرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്നാണ്. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് അഅറാഫിലെ 157 വചനമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മുസ്ലിമീങ്ങളായ നമ്മളുടെ ജീവിതം അത് മുഴുവനും ഇസ്ലാമിക സംസ്കാരം നിറഞ്ഞതായിരിക്കണം. തഖ്വയുള്ള ജീവിതമാവണം നമ്മളുടെ മുഖച്ഛായ. മതങ്ങളെക്കുറിച്ച് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നത് ചില പേരുകൾ, ചില രൂപങ്ങൾ, ചില ആരാധനാ രീതികൾ,
ചില ആരാധനാലയങ്ങളും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള സമ്പൂർണമായ ഒരു നിയമസംഹിതയാണ്. അതിലെല്ലാം ഉൾക്കൊള്ളും. നമ്മളുടെ ജീവിതം എങ്ങനെയാവണം, നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാവണം, നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാവണം, ഭരണാധികാരികൾ ഭരണം നടത്തുന്നത് എങ്ങനെയാവണം എന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിനെ ഒരു ഉന്നത സംസ്കാരമാണത് എന്ന് പറയുന്നത്. ഇസ്ലാമിനെ ഈ നിലയിൽ വീക്ഷിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ ഒരു സമുന്നത സംസ്കാരമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ വ്യാപ്തി കൊണ്ടും അതിൻ്റെ സർവതല സ്പർശിയായ നിയമങ്ങൾ കൊണ്ടുമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ ഒരു സംസ്കാരം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മഹത്തായ സംസ്കാരത്തെ പ്രസരിപ്പിക്കുന്ന സ്വഭാവമുള്ളവരായി നമ്മൾ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരണം, പഠിക്കണം എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തിനാണ് ഹബീബായ റസൂലിനെ നിയോഗിച്ചത്? സൂറത്ത് ആറാഫിലെ 157 ആയത്ത് പറയുന്നത് യഅ്മുറുഹും ബിൽ മഅറൂഫ്. അതിൻ്റെ ആ മധ്യഭാഗത്താണ് നബിയുടെ ഡ്യൂട്ടി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. യഅ്മുറുഹും ബിൽ മഅറൂഫ്, എല്ലാ നന്മകളും അദ്ദേഹം കൽപ്പിക്കുന്നുണ്ട്. ശരിക്കും മഅറൂഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ ശരിക്കും പഠിക്കണം കേട്ടോ. ഏതൊരു സന്ദർഭത്തിനും അനുയോജ്യമായ നന്മക്കാണ് അറബിയിൽ മഅറൂഫ് എന്ന് പറയാം. അല്ലെങ്കിൽ ഖൈർ എന്നൊക്കെ വേറെ വാക്കുകളുണ്ടല്ലോ. മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വആശിറുഹുന്ന ബിൽ മഅറൂഫ്, കുടുംബത്തിൽ നിങ്ങൾ മഅറൂഫായി പെരുമാറണം എന്ന് പറഞ്ഞാൽ അവിടേക്ക് അനുയോജ്യമായ ആ നന്മ, അതിനാണ് മഅറൂഫ്. എല്ലാ നന്മകളും ഹബീബായ റസൂൽ കൽപ്പിക്കുന്നുണ്ട്. വയൻഹാഹും അനിൽ മുൻകർ, എല്ലാ വെറുക്കപ്പെട്ടത്. മുൻകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിക്ക് അനുഗുണമല്ലാതെ വരുന്ന എല്ലാ സംഗതികളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിരോധിക്കുന്നുണ്ട്. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, ത്വയ്യിബ് ഏറ്റവും നല്ലത്, എല്ലാ നല്ലതും അദ്ദേഹം അനുവദനീയമാക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, എല്ലാ മ്ലേച്ഛതകളും അവിടെ നിന്ന് വിരോധിക്കുന്നു. വയളഉ അൻഹും ഈസറഹും വലഅലാല ലല്ലതി കാനത് അലൈഹിം, നമ്മളുടെ ചുമലിൽ ഏർപ്പെടുത്തപ്പെട്ട എല്ലാ ബന്ധനങ്ങളെയും അദ്ദേഹം കെട്ടഴിച്ചു വിടുന്നു. നമ്മുടെ ഭാരങ്ങൾ അദ്ദേഹം ഇറക്കി വെക്കുന്നു. നമ്മൾ നേരങ്ങളുടെ കൂടെ ഒന്ന് വരണേ, എല്ലാം ഇതിൽ ഉൾപ്പെട്ടില്ലേ? എന്തെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്, എന്താണ് റസൂൽ ചെയ്യേണ്ടത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. അതുകൊണ്ടാണ് നബിനെ കുറിച്ച് പറഞ്ഞെന്തറിയോ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ റഹ്മത്ത് കൊണ്ടാണല്ലോ അയച്ചത്. കാരുണ്യമാണ്, സ്നേഹമാണ് എന്ന് പറയണ്ടല്ലോ. ദീന് മുഴുവനും അങ്ങനല്ലേ? ആ പെരുമാറ്റത്തിൽ, ഇടപാടുകളിൽ, സംസാരത്തിൽ എല്ലായിടത്തും ഈ റഹ്മത്ത് കാണും. ദീനിനെ കുറിച്ച് പറഞ്ഞത് എന്താ? അന്തസ്സലാം വമിൻകസ്സലാം അല്ലേ, വയർജിഉ ഇലൈക്കസ്സലാം, കണ്ടുമുട്ടിയാൽ പറയുന്നത് സലാം, ഒക്കെ സമാധാനമാണ്, സുരക്ഷയാണ്. പ്രിയരെ, ഞാൻ ഈ വാക്ക് ഇങ്ങനെ പറഞ്ഞതിനറിയാം. വയളഉ അൻഹും ഈസ്റഹും, എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാൻ കഴിയുന്നതാണ് ദീന് എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞ് നമ്മൾ പിൻപറ്റിയാൽ നമ്മുടെ ഭാരങ്ങൾ കുറയും. അല്ലെങ്കിൽ എന്താവുന്നറിയാം, നമ്മുടെ ഭാരം കൂടും. അതുകൊണ്ടാണ് ഓരോ നിയമങ്ങളും നമ്മുടെ ഭാരങ്ങളെ ലഘൂകരിക്കാനാണ്. ദീന് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ സുരക്ഷ ഇതാണ്. നമ്മൾ എവിടെ പിഴക്കുന്നുവോ അവിടെ മുതൽ നമുക്ക് പ്രശ്നമല്ലേ? പല പ്രശ്നങ്ങളുടെയും അടിവേര് നമ്മൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ വരുന്ന സൂക്ഷ്മതയുടെ കുറവാണ് അല്ലേ? ഒരു പരിധി വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പരിഹാരങ്ങൾ തേടുന്നതിനേക്കാളും
നല്ലത് പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന വഴിയിൽ നിന്ന് മാറി നിൽക്കലാണ്. അതാണ് ദീന് തരുന്ന സുരക്ഷ എന്ന് പറഞ്ഞാൽ. പ്രശ്നം ഉണ്ടായിട്ട് പരിഹരിക്കലല്ല, സാധ്യത ഉണ്ടോ മാറി നിൽക്കുക. ഇവിടെ ശരിയല്ലെങ്കിൽ നമ്മുടെ ഭാരം കൂടും. പിന്നീട് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അയാൾ തന്നെയാണ് ശരിയായ ഉത്തരവാദി. അതുകൊണ്ടാണ് നീ എവിടെയാണെങ്കിലും അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് എന്തിനാണ്? ഈ താല്പര്യത്തിലാണ്. അപ്പൊ നബിസുന്നത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ റസൂലുള്ള എന്തിനാണ് വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പറഞ്ഞതെല്ലാം അതിൽപ്പെടും. ഇനി ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം സുന്നത്ത് നമ്മൾ എടുത്തിങ്ങനെ പഠിക്കുമ്പോൾ, പുതിയ കാലത്ത് ഈ കടബാധ്യതരുടെ എണ്ണം പെരുകുകയാണ്. ആരോട് ചോദിച്ചാലും അതിസമ്പന്നർക്ക് വലിയ വലിയ കടങ്ങള്, ചെറിയ ആളുകൾക്ക് അവരുടെ പരിധിയിലുള്ള ചെറിയ ബാധ്യതകൾ. ഭരണകൂടങ്ങളൊക്കെ കോടാനക്കോടി കടബാധ്യതകളാണ്. ഓരോ ഭരണകൂടങ്ങൾ വരുമ്പോഴും ജനങ്ങളുടെ മേൽ കടത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കുകയാണ്. ശരിക്ക് കടന്നുള്ളതൊരു വലിയ ഗുരുതരമായൊരു പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ അത് തകർത്തു കളയും. സമൂഹത്തിൽ നമ്മളുടെ അഭിമാന ബോധത്തെ അത് തകർത്തു കളയും. കേസുകള്, ജപ്തികള്, ജപ്തി നോട്ടീസുകള് വളരെ ഗുരുതരമായ പരീക്ഷണ ഘട്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതായി കാണാം. അതുകൊണ്ടാണ് ഈ കടം, സങ്കടം എന്ന് പറയുന്ന വാക്ക് വരുന്നത്. തോന്നണത് ആ വാക്ക് തന്നെ, സങ്കടം എന്ന വാക്കുണ്ടായിട്ടുണ്ടാവുക ഒരു പക്ഷേ ഈ കടത്തിൽ നിന്നാവാൻ സാധ്യതയുണ്ട്. കടത്തോടുകൂടിയുള്ള ജീവിതം സങ്കടമാവാം. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ചിന്തിക്കണം. ഞാൻ നിങ്ങളെ കടം വാങ്ങാതെ കടം കൊടുക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയോ? ഇല്ലല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചില വാക്കുകൾ ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ നമ്മൾ പെരുമാറാൻ സാധ്യതയുണ്ട്. ചിന്തിക്കേണ്ട വഴി എന്തറിയാം? ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു, അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ് അതുഗ്ഫറു അന്നി ഖതായ യാ റസൂലല്ലാഹ്. നബിയേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഫീ സബീലില്ലയിൽ ഞാൻ മരണപ്പെട്ടാൽ എന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടൂലേ എന്ന് ചോദിച്ചു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി എന്താ മറുപടി പറഞ്ഞതറിയോ? നഅം അൻത സാബിർ മുഹ്തസിബ് മുഖ്ബിൽ ഗൈറ മുദ്ബിർ. അള്ളാഹുവിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതിഫലേച്ഛയോടുകൂടെ ക്ഷമിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ അടരാടുന്നുവെങ്കിൽ, നിൽക്കുന്നുവെങ്കിൽ നിന്നെ എല്ലാ പാപവും അള്ളാഹ് പുറത്തു തരും. എന്നിട്ട് ഉടൻ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് പറയാ, ഇല്ല ദൈൻ, കടണ്ടെങ്കിൽ പറ്റൂല കേട്ടോ. ജിബ്രീൽ അലൈഹിസ്സലാം ഖാല ലീ ദാലിക്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു വചനാണത്. ജിബ്രീൽ അലൈഹിസ്സലാം ഈ വിഷയം വളരെ ഗൗരവപൂർവ്വം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു. അഊദു ബില്ലാഹി മിനൽ കുഫ്രി വദ്ദൈൻ. ഖാല റജുൽ യാ റസൂലല്ലാഹ് അതഅദിലു ദൈൻ ബിൽ കുഫർ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം. അല്ലാഹുവേ, കുഫറിൽ നിന്നും ദൈനിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. കുഫർ സത്യനിഷേധം, ദൈന് കടം. അവർ രണ്ട് ചേർത്തി പറയുന്നത്, സത്യനിഷേധത്തിൽ നിന്നും കടത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു റസൂലിനോട്, നബിയെ, ഈ കടം കുഫറും തമ്മിൽ സമാണോ? കുഫറിനോട് യോജിച്ചു വരുന്നതാണോ? അപ്പൊ ഹബീബായ റസൂൽ പറഞ്ഞത് നഅമെന്നാണ്. നമുക്കൊരു ചിന്ത വരണ്ടെന്നറിയോ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. ജീവിതത്തിലെ ആവശ്യങ്ങളെ നമുക്ക് ശരിക്കും മൂന്നായി തിരിക്കാൻ പറ്റും. ഒന്ന്, അത്യാവശ്യം. ഇതെല്ലാം നമുക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല. രണ്ട്, ആവശ്യം. ആവശ്യം എന്ന് പറഞ്ഞാൽ ശരിക്ക് തൽക്കാലം അത് മാറ്റി വെച്ചാലും കുഴപ്പമില്ല. പിന്നെ വരുന്ന എന്താണ്? അനാവശ്യം. അല്ലെ? അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. അനാവശ്യം എന്ന് പറഞ്ഞാൽ അത് ധൂർത്തും ദുർവ്യയവും പൊങ്ങച്ചവുമാണ്. പ്രിയപ്പെട്ടവരെ, ശാന്തമായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് നമ്മൾ കൂടുതലും സമ്പത്ത് ചെലവഴിക്കുന്നത് ഏത് മേഖലയിലാണ്? ഈ മൂന്നെണ്ണത്തിൽ എണ്ണിയതിൽ ഏതിലായിരിക്കും?
എനിക്ക് തോന്നുന്നത് അനാവശ്യ കാര്യങ്ങളിലാവൂലേ? ഈ അനാവശ്യം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഉള്ള തന്നെ പിന്നെയും പിന്നെയും വാങ്ങിക്കുക, എന്തിനാണെന്ന് അറിയാത്തതുപോലെ. എത്ര ഡ്രസ്സാണ് നമ്മുടെയൊക്കെ വീട്ടിൽ കൂമ്പാരമായി കിടക്കുന്നത്. ഒരു 50 വയസ്സ് പിന്നിട്ട എല്ലാ ആളുകൾക്കും അറിയാം പഴയകാല ദാരിദ്ര്യത്തിന്റെ അവസ്ഥയും ഇപ്പോഴുള്ള ഈ സുഭിക്ഷതയുടെയും അവസ്ഥ. പലതും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണോ നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടെ വീടുകളിൽ ഇന്ന് കാണുന്ന പല വസ്തുക്കളും നമ്മുടെ ആയുസ്സിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കുമോ? ശാന്തമായിട്ട് ആലോചിക്കുക. എന്തൊരു ഇതിനു വേണ്ടി പറഞ്ഞല്ലോ, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇസ്തിരിട്ട് കൂമ്പാരമായി കിടക്കുന്നതുണ്ടാവൂലേ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജീവിച്ച ആളുകൾ ഉണ്ടാവും, പ്രായം കൂടി വന്ന ആളുകൾ. സ്വതന്ത്ര ഇന്ത്യയിൽ താമസിച്ച ആളുകൾ ഉണ്ടാവും. ഈ രണ്ടവസ്ഥകൾ ശരിക്കും നിങ്ങൾ ആലോചിച്ചു. സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഇന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മളാണോ കമ്പോളമാണോ? വലിയ വലിയ മാളുകൾ ചെന്ന് ആ ട്രോളിങ്ങനെ ഉരുട്ടിങ്ങനെ തള്ളിപ്പ് കൊണ്ടുപോകുമ്പോ വേണ്ടതും വേണ്ടാത്തതും അല്ലെ, അങ്ങനെ എന്തൊക്കെ വരുന്നുണ്ട്. വീട്ടിലുള്ളതാണെങ്കിൽ പോലും ഒന്നിരിക്കട്ടെ, വല്ല ആവശ്യങ്ങളും വന്നാലോ അതിൽ തന്നെ ഒരു ചെറിയ തരം പൊങ്ങച്ചം വരുന്നില്ലേ? അതുകൊണ്ടായിരിക്കട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലേക്ക് പോവുകയാണെങ്കിൽ പിശാചിൽ നിന്ന് കാവലിനെ ചോദിക്കാതെ അങ്ങാടിക്ക് പോവുകയില്ല എന്നാണ്. ആ വാക്കിന്റെ ആശയതലങ്ങൾ ആലോചിച്ച് നോക്കണം. വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോ അവശ്യ സാധനങ്ങളുടെ പട്ടികകൾ തയ്യാറാക്കുന്ന എത്ര പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? പണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, ഇന്ന് കാലങ്ങൾ മാറി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ബാധ്യതകൾ എത്രയാണ് നിങ്ങൾ ശാന്തമായി ആലോചിച്ച് നോക്കുക. മുഅ്മിനീങ്ങളുടെ സ്വഭാവങ്ങൾ പറയുന്നിടത്ത് അവർ ഇസ്രാഫും ഉണ്ടാവില്ല, പിടിച്ചു വെക്കൂല. പിന്നെ അതിനിടയിൽ ഒരു മധ്യമ നിലപാട് അവർക്ക് ഉണ്ടാവും. സാധാരണ നമ്മൾ ഈ മലയാളത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന്. വീട് വെച്ച് കടബാധിതനായി, വാഹനം വാങ്ങി കടബാധിതനായി, മോളെ കല്യാണം കഴിച്ചു കൊടുത്തു കടബാധിതനായി, പിന്നെ മക്കളെ പഠിപ്പിച്ചു ബാധ്യത ഉണ്ടായി. അത് ഇങ്ങനെ എണ്ണിയത് എന്തിനറിയോ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുള്ളതാവും. സത്യത്തിൽ ഒരു ആസൂത്രണത്തിന്റെ കുറവുകൾ, ഒരു പ്ലാനിങ്ങിന്റെ കുറവ് ഇതിൻ്റെയൊക്കെ പിന്നിലില്ലേ? 4 ആളുകൾ കൂടിയാൽ നടത്താവുന്ന കല്യാണത്തിന് 400 ആളുകളെ വിളിച്ചാണോ നമുക്ക് ബാധ്യത വന്നത്? ഞാൻ അങ്ങനെ ഓരോന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ എല്ലാം ബയാൻ ചെയ്യല്ല. നമുക്ക് താമസിക്കാവുന്ന ഒരു വീടും നമ്മുടെ സാമ്പത്തിക അവസ്ഥയും വെച്ച് നോക്കിയാൽ കടം വാങ്ങിച്ചാണ് നമ്മൾ ഈ വീടുണ്ടാക്കിയതെങ്കിൽ സ്വസ്ഥത കിട്ടേണ്ടതിന് പകരം ആ റൂമിൽ കിടക്കുമ്പോഴും നമ്മൾ വയർക്കല്ലേ ചെയ്യുക. പ്രിയരെ, എന്ത് ചെയ്യുന്നു എന്നതിനേക്കാളും ഇവ ചെയ്യാൻ എന്റെ കയ്യിൽ എന്തുണ്ട് എന്നതാണ് വക്കാന ബൈന ദാലിക ഖവാമ എന്ന് പറഞ്ഞാല്. ശാന്തായി ആലോചിച്ച് നോക്കുക. പൊങ്ങച്ചത്തിന് വേണ്ടി കടം വാങ്ങുന്ന ആളുകള്, ഇന്ന് നിയന്ത്രണങ്ങളില്ലാതെ പലിശക്ക് പണം വാങ്ങി തകരുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ എത്രയാണെന്നറിയാമോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്നൊക്കെ ഈ വട്ടിപ്പലിശക്കാണ് ആളുകൾ പണം വാങ്ങുന്നത്. കൊടുക്കാൻ ഒരുപാട് ഏജൻസികളുണ്ട്. തന്നാൽ അത് തിരിച്ചു വാങ്ങിക്കേണ്ടത് എങ്ങനെയെന്നും ആ ടീമിനറിയും. അതുകൊണ്ടാണ് അത്ര സിമ്പിളായി ലളിതമായി നമുക്ക് ഈ പണം തരുന്നത്. പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു ടീമും ഒരു കുടുംബവും സ്വസ്ഥമായി ഉറങ്ങുന്നുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ബാക്കി നിങ്ങൾ ആലോചിച്ചോളൂട്ടാ, എത്ര കുടുംബങ്ങളാ തകർച്ചയില്. ഇന്ന് വേറൊരു സംഗതി കൂടിയുണ്ട്. കടങ്ങൾ എന്ന് പറയുമ്പോ ഇന്ന് കടം കൊടുക്കാൻ പേടിയാ. ഉള്ളവന് കൊടുക്കാൻ പേടിയാ, ചോദിക്കുന്നവന് ഒരു മടിയില്ല, അല്ലേ? ചിലർക്ക് കടം കൊടുത്താൽ പണം മാത്രമല്ല, ഒരു സുഹൃത്തിനെ കൂടെ നഷ്ടപ്പെടുന്നു പറയാറുണ്ട്. കടം കൊടുത്ത് ശത്രുക്കളെ ഉണ്ടാക്കുന്ന അവസ്ഥ എന്നാ. എന്നെ സാധാരണ ഞാനൊരു വായിച്ചെടുത്ത് കണ്ടിട്ടുണ്ട്. കടം കൊടുത്ത് ഉള്ള പണം തിരിച്ചു വാങ്ങാൻ നമ്മൾ നടത്തുന്ന യാചനയേക്കാൾ വലിയൊരു യാചന ഒരു തെരുവ് യാചകനൊന്നും നടത്തുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ ചേർത്തി ആലോചിച്ചോളുക.
കടം വാങ്ങാതെ കടം കൊടുക്കാതെ കഴിയുമോ? ഇല്ല. എങ്കിൽ കേൾക്കണം പ്രിയരെ, കടം കൊടുക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷെ കടം വാങ്ങാൻ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ? കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, വാങ്ങാൻ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇത് തമ്മിൽ എങ്ങനെയാണ് ഒക്കുക? ഇത് രണ്ടും ഒന്നാണോ? രണ്ടും രണ്ടല്ലേ? ഉണ്ടെങ്കിൽ കൊടുക്കണം. എങ്ങനെ? എൻ്റെ സഹോദരൻ കഷ്ടപ്പെടുകയാണെങ്കിൽ, പ്രയാസപ്പെടുകയാണെങ്കിൽ അവനെ സഹായിക്കുക എന്ന് പറയുന്നത് എൻ്റെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞെന്നറിയാം? വല്ലാഹ് ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹു അവന്റെ സഹായം നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അത്രയും സമയം അല്ലാഹു സഹായിക്കും. പക്ഷെ വാങ്ങുമ്പോൾ എന്ത് വേണമെന്നറിയാം? നല്ല ജാഗ്രത വേണം. തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഞാൻ ഈ വാങ്ങുന്നത് നമ്മൾ നേരത്തെ എണ്ണിയ അത്യാവശ്യത്തിനാണോ, ആവശ്യത്തിനാണോ, അനാവശ്യത്തിനാണോ? നല്ല ജാഗ്രത വേണം, നല്ല തിരിച്ചറിവ് വേണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയാം? മൻ അഖദ അംവാലൻ നാസ് യുരീദു അദാഅഹ അദ്ദല്ലാഹു അൻഹു വമൻ അഖദ യുരീദു ഇത്ലാഫഹ അത്ലഫഹുല്ലാഹു അൻഹു. നേരെ എൻ്റെ കൂടെ വരണേ. ആരെങ്കിലും ജനങ്ങളുടെ സ്വത്ത് കടം വാങ്ങുകയാണ്, അത് തിരിച്ചു കൊടുക്കണമെന്ന നെയ്യത്തോടു കൂടിയാണ് വാങ്ങുന്നതെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള തൗഫീക്ക് അല്ലാഹു അയാൾക്ക് കൊടുക്കും. അതേ സ്ഥാനത്ത് ഇല്ല, പറ്റിയ കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ വേണ്ട എന്ന നെയ്യത്താണെന്നുണ്ടെങ്കിൽ, നെയ്യത്ത് ശരിയല്ലെങ്കിൽ അത്ലഫഹുല്ലാഹു അലൈഹി, അതുകൊണ്ട് അയാളെ അല്ലാഹു നശിപ്പിക്കും. നെയ്യത്താണ് പ്രധാനം. വാങ്ങുന്ന സമയത്ത് ഉറച്ച നിലപാടുണ്ടെങ്കിൽ അദ്ദല്ലാഹു അൻഹു, അത് തിരിച്ചു കൊടുക്കാൻ അല്ലാഹു സഹായിച്ചിരിക്കും. നിങ്ങൾ നോക്കിയേ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ്? ഏറ്റവും വലിയ ആയത്ത് ആയത്തുദ്ദൈൻ. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്. കടം പറഞ്ഞ ആയത്താണ്, കടത്തെ കുറിച്ച് പറയുന്ന ആയത്താണ്. ആ വിളി തുടങ്ങണ എങ്ങനെ അറിയാം? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈൻ. വിശ്വാസികളെ, ഒരു പേജ് മുഴുവൻ ഉണ്ട്, ആയത്ത് മുഴുവനായി പറയുന്നുണ്ട്. 20ഓളം കാര്യങ്ങൾ ആ ആയത്തിൽ പറയുന്നുണ്ട്. വിളിക്കുന്നത് വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ്. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് എന്താ പറയണത്? ആ ആയത്ത് മുഴുവൻ പറയുന്നു ഒന്നിലേറെ തവണ അല്ലാഹനെ സൂക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാന വിഷയം, ഒന്നാമത്തെ വാക്ക് പറയുന്നത് അറിയാം? ഫക്തുബൂഹു, നിങ്ങൾ അത് എഴുതി രേഖപ്പെടുത്തണം എന്നാണ്. കൽപ്പനയാണ്. സ്വല്ലു, നിസ്കരിക്കണം. സൂമു, നോമ്പ് നോൽക്കണം. അല്ലെ? വആതു സകാത്ത്, സക്കാത്ത് കൊടുക്കണം. അതുപോലൊരു കൽപ്പനയാണ്. ഫക്തുബൂ, നിങ്ങൾ പണം കടം കൊടുക്കുകയാണെങ്കിലും വാങ്ങിക്കുകയാണെങ്കിലും എഴുതി വെക്കണം. എന്ന് വെച്ചാൽ എന്തെഴുതണം, എങ്ങനെ എഴുതണം? വാക്കുകൾ വരെ പറഞ്ഞു കൊടുക്കണം. സാക്ഷികൾ 2 ആളുകൾ വേണം. ഒരാണിനെ കിട്ടിയുള്ളെങ്കിൽ 2 പെണ്ണിനെ സാക്ഷികളാക്കി വെക്കണം. എന്നിട്ട് അല്ലാഹ് പറയണെന്നറിയാം? കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ അല്ലാഹ് പറയാ, അല്ലാഹു നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരിക. പ്രിയപ്പെട്ടവരെ, 1500 കൊല്ലം മുമ്പ് ലോകത്താദ്യമായി അക്കൗണ്ടിങ് സിസ്റ്റം, ഒരു ബുക്ക് കീപ്പിംഗ് നമുക്ക് ശരിക്ക് അല്ലാഹ് പറഞ്ഞു തരികയാണ്, ദീന് പറഞ്ഞു തരികയാണ്. ഞാൻ പറഞ്ഞ ദീന് സുരക്ഷയാണ് എന്ന് പറഞ്ഞത്. ദീനിൽ വന്ന നമുക്ക് ഭാരമല്ലല്ലോ. അള്ളാഹുവിന്റെ ദീനിന്റെ ഭദ്രത എത്ര കൃത്യമാണ്. അപ്പൊ അത് നമ്മൾ പാലിച്ച ദീന് സുരക്ഷയാവൂലേ? ഒരാൾക്ക് ഒരു 10,000 കടം ചോദിക്കുന്നുണ്ട്, പൈസയും കൊടുക്കണ സമയത്ത് ഒരു കടലാസും കൊടുത്തു, ഇവിടെ ഒപ്പിട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് വിശ്വാസമല്ലേ? നമ്മൾ തമ്മിൽ എത്ര കാലമായി ബന്ധം? അത്ര വിശ്വാസമല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ കാശ് വേണ്ട, അതിന്റെ ബന്ധം ഒഴിവാക്കും. മനുഷ്യന്മാർ അവിടെയാ നിൽക്കുന്നത്, ഞാനെങ്കിലും അവിടെയാ. അള്ളാഹുവിന്റെ ദീനിനെ നമുക്ക് തന്നെ വേണ്ട. എന്തിനറിയോ? നമ്മൾ അറിയണം, മനുഷ്യബന്ധങ്ങൾ തകർന്നു പോവാൻ, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാൻ, നമ്മുടെ അഭിമാനങ്ങൾ ക്ഷതപ്പെടാൻ തീർച്ചയായും
ഇത് കാരണമാവും. ഒരെണ്ണേ കാരണമാവുള്ളൂ, അത് സമ്പത്താണ്. സമ്പത്ത് കൊണ്ടല്ലേ ജ്യേഷ്ഠനന്മാര് തെറ്റിയിട്ടുണ്ടാവുക, കുടുംബങ്ങൾ അകന്നിട്ടുണ്ടാവുക. മരിച്ചാലും എന്നെ മയ്യത്തുമ്പുറം അവൻ കാണരുത് എന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിവേരെത്തി നിൽക്കുന്നത് സമ്പത്തിലായിരിക്കും. ജ്യേഷ്ഠൻ കുറച്ച് അഹങ്കാരിയാ, എന്നാലും നല്ലവനാ, സത്യസന്ധനാ, അങ്ങനെ പറയാ. അയാൾ ഭയങ്കര മുൻകോപിയാ, എന്നാലും നല്ലവനാ, എല്ലാം നമ്മൾ അങ്ങനെ ചേർക്കും. പണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. എഴുതി വെക്കണ്ടേ, കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും എഴുതണ്ടേ. എത്ര പെട്ടെന്നാ നമ്മളൊക്കെ മരിച്ചു പോകുന്നത്. പലതും പലർക്കും തിരിച്ചു കിട്ടാത്തത് കൊണ്ടല്ലേ തലമുറകളോളം പകയും വെറുപ്പും നിലനിൽക്കുന്നത്. സഹോദരങ്ങളെ, പലതും നൽകാതെ പിടിച്ചു വെച്ചാൽ എണ്ണിയാൽ കൂട്ടാൻ കുറെ ഉണ്ടാവും, പക്ഷെ ബർക്കത്ത് ഉണ്ടാവൂല. അതുകൊണ്ടൊരു മനുഷ്യൻ നന്നാവൂല. അതുകൊണ്ടാണ് മത്തലുൽ വലിയ ദുൽമുൻ, സമ്പന്നൻ അവന്റെ കൃത്യമായ കണക്ക് കൊടുക്കാതെ വെക്കുന്നതെല്ലാം ദുൽമാണ് എന്ന് പഠിപ്പിച്ചത്. ബാധ്യത എത്രയും പെട്ടെന്ന് തീർക്കലാണ് നല്ലത്. ചിലർക്ക് കുറേ ബാധ്യത ഉണ്ടാവും, അതിനുള്ള സ്വത്തുപ്പുറത്തും ഉണ്ടാവും. പിന്നെ അത് വിറ്റിട്ട് തരാട്ടോ എന്ന് പറയും, പിന്നെ തരാന്നാണ്. എന്തിനാ ഈ പിന്നക്ക് വെക്കുന്നത്, നീട്ടുന്നത് എന്തിനാ? വിശ്വസിച്ച് തന്നത് എളുപ്പം തീർക്കലല്ലേ ഭംഗി. ഈ ബാധ്യതയും വെച്ചുകൊണ്ട് 5 വക്ത് കൃത്യമായിട്ട് നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക വിഷയത്തിലുള്ള അതിക്രമങ്ങൾ വളരെ ഗുരുതരമാണ്. ഈ അവസ്ഥയിൽ നമ്മൾ മരിച്ചുപോയാൽ ഭയങ്കര അപകടമാണ്. ശ്രദ്ധിക്കണം കേട്ടോ. നഫ്സുൽ മുഅ്മിൻ മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ലാ അലൈഹി. നമ്മുടെ ഒരു മുഅ്മിനിന്റെ നഫ്സ് കടവുമായി ബന്ധിക്കപ്പെട്ടതാണ്, അത് കൊടുത്തു വീട്ടുന്നത് വരെ. പലരുടെയും മയ്യത്ത്, പലരുടെയും അല്ല, സാധാരണ സർവ്വസാധാരണമാണ്. ഒരു ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ ആദ്യം വിളിച്ചു പറയാന്തറിയോ, വാക്കാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കണം എന്നാണ്. ശരിക്ക് ജനാസ വെച്ചിട്ടല്ലല്ലോ പറയേണ്ടത്. ഇയാള് ജീവിച്ചിരിക്കുമ്പോഴാ പറയേണ്ടത് ഞാൻ എനിക്ക് പുറത്തു തരണം എന്നുള്ളത്. അതോ പോയി. പിന്നെ കടബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂത്ത മകൻ, ഇത് കേട്ടപ്പോ ഒരാൾ അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞു, ആ മൂത്ത മകൻ തരാനുള്ള എന്നെ കിട്ടിക്കുകയാണെങ്കിൽ എപ്പോഴോ കഴിച്ചിലായിരുന്നു എന്നുള്ളതാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അങ്ങനെ ബാധ്യതയുമായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ നിസ്കാരം അവരവിടെ സ്വീകരിക്കോ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ജനാസകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയാ അറിയോ? ബാധ്യത ഉണ്ടോന്ന് ചോദിക്കും. ബാധ്യത ഉണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ വീട്ടാൻ സാധ്യത ഉണ്ടോന്ന് ചോദിക്കും. ഇല്ലേ, നിങ്ങൾ നിസ്കരിച്ചോളേ, ഞാൻ നമസ്കരിക്കാറില്ല എന്നാണ്. സഹോദരങ്ങളെ, ഷഹീദായാൽ പോലും ഈ ബാധ്യത പ്രശ്നമാണെന്നാണ് ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോ ഈ നെഞ്ചത്തിങ്ങനെ കൈവച്ചുകൊണ്ട് രാത്രി കിടക്കുമ്പോ നമുക്കിങ്ങനെ ഓർമ്മ വരണം, റബ്ബേ ഈ രാത്രിയിൽ ഞാൻ നിന്നിലേക്ക് മടങ്ങിയാൽ ആ സാധുവിന്റെ പണം കൈവശപ്പെടുത്തിയാണ് ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നതെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഗൗരവമുണ്ട് ഈ വിഷയത്തിനെന്നാണ് ഞാൻ പറഞ്ഞത്. വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല, അതൊരു പ്രശ്നമല്ലേ? കൊടുക്കാൻ കിട്ടണില്ല, അതും കൂടി നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ വിഷയം പൂർണ്ണമാവൂല. വാങ്ങിയിട്ടുണ്ട്, കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കൊടുക്കാൻ കിട്ടുന്നില്ല. വല്ലാത്തൊരവസ്ഥയട്ടത്. മനസ്സ് വല്ലാതെ അസ്വസ്ഥതപ്പെടുന്നതാ, ഉറക്ക് നഷ്ടപ്പെട്ടു പോകുന്ന രംഗ. അങ്ങനെയുള്ളടത്ത് ദീനെന്താ പറഞ്ഞറിയോ? അങ്ങനെ ഒരാളെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. എല്ലാം ശ്രദ്ധിക്കണം. അള്ളാന്റെ അർശിന്റെ തണൽ അള്ള വിരിച്ചു കൊടുക്കും. എങ്ങനെ? പ്രയാസപ്പെടുന്ന ഒരാൾക്ക് അയാളുടെ പ്രയാസം ഒന്ന് നീക്കാൻ നമ്മൾ സഹായിച്ചാൽ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. സാമ്പത്തിക ഇടപാടുകൾ ഭദ്രമാവണം. അതിൻ്റെ പേരിൽ മനസ്സുകൾ അസ്വസ്ഥമാകുന്ന അവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തേലും ബാധ്യതകളുണ്ടോ നീട്ടിക്കൊണ്ടുപോവാനേ പാടില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് സംഗതികൾ ആലോചിക്കുമ്പോൾ ദാനം കൊടുക്കുന്നതിനാണോ കൂടുതൽ പുണ്യം, അതോ പിന്നെ കടം കൊടുക്കുന്നതിനാണോ? ഇതിന് വലിയൊരു വിഷയ. ദാനം കൊടുക്കുന്നതിനാണോ പുണ്യം, അതോ കടം കൊടുക്കുന്നതിനാണോ? നമ്മൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ.
അള്ളാന്റെ റസൂല് പറഞ്ഞെന്തറിയോ? ദാനം കൊടുക്കുന്നതിനല്ല, മറിച്ച് കടം കൊടുക്കുന്നതിനാണ്. കടം കൊടുത്താൽ 18 പുണ്യം, ദാനം കൊടുത്താൽ 10 പുണ്യം. ആ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാം, കടം വാങ്ങിക്കുന്ന ഒരാള് അയാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായത് കൊണ്ടാണല്ലോ ഗതി മുട്ടിയിട്ടായിരിക്കും വാങ്ങിക്കുക. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സാധാരണ ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ കടം വാങ്ങാൻ പോവുക ഗതി മുട്ടി അസ്വസ്ഥതപ്പെടുമ്പോഴാണ്. പക്ഷേ ചോദിക്കുന്നവൻ, യാചിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിലും അയാൾ എന്ത് ചെയ്യുമല്ലോ, അയാളെ കൈ എപ്പോഴും യാചകന്റെ കൈ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അയാൾ ചോദിച്ചുകൊണ്ടാണ്. അയാൾക്ക് കൊടുത്താൽ ഇത്രയേ ഉള്ളൂ, പക്ഷെ ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്നവൻ തൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും പിന്നെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും പരിഗണിക്കേണ്ടത് ആരെയാണ്? ഇയാളെയാണ്. പ്രയാസപ്പെടുന്നവരെ കണ്ടെത്താൻ കഴിയണം, അങ്ങനെ പ്രയാസങ്ങൾ നീക്കാൻ കഴിയണം, ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു മാനസികാവസ്ഥ വരണം, സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം. അതാണ് ദീന് നമുക്ക് തരുന്ന സുരക്ഷ. എന്തൊരു ഫ്രീ ആയിരിക്കും നമ്മളെന്നറിയാം. ദീനിലേക്ക് പ്രവേശിച്ച് ആവശ്യങ്ങളൊക്കെ നടക്കണം, പക്ഷെ അനാവശ്യങ്ങൾക്ക് വേണ്ടി പണം വിനിയോഗിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന, ബാധ്യതകളിൽ നിന്ന് മുക്തമായി ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ വിഷയം പഠിക്കുമ്പോൾ ഇതിനൊരു പരിഹാരക്രിയയും ദീന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, നമ്മളെപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കണം. രണ്ട്, എങ്ങനെയെങ്കിലും ഹലാലായ രൂപത്തിൽ ബാധ്യതകളെ വീട്ടണമെന്നുള്ള മനസ്സ് നമുക്കുണ്ടാവണം. പലിശയോ സാമ്പത്തികപരമായ അന്യായത്തിന്റെ മേഖലകളിലോ നമ്മൾ ബന്ധപ്പെടരുത്. മിതത്വം ജീവിതത്തിൽ കൊണ്ടുവരണം. ധൂർത്ത് പൂർണ്ണമായും ഒഴിവാകണം. കൃത്യമായ ആസൂത്രണം ജീവിതത്തിൽ ഉണ്ടാകണം. കഠിനാധ്വാനം ഉണ്ടാവണം. ഈ കഠിനാധ്വാനം ഉണ്ടെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഇപ്പം എനിക്ക് കുറെ ബാധ്യതകളുണ്ട്, 10 ലക്ഷം ഉണ്ട്. ഈ ബാധ്യത ഉണ്ട്, പഠിച്ചോനെ ഞാൻ ഈ ബാധ്യത കൊണ്ടിരിക്കെ ഞാനണ്ട് മരിച്ച എൻ്റെ മക്കൾ വഴിയാതാരാവും, ഇങ്ങനെ ആവും ചിന്തിച്ചിട്ട് കാര്യമല്ലല്ലോ. അപ്പൊ ഒരു നെഗറ്റീവ് എനർജി അല്ലേ ഉണ്ടാവുക. ഇത് വീട്ടാനുള്ള വഴികൾ എന്താണ്? ഇപ്പൊ ചെറിയ പണിയാണുള്ളത്, എന്നാൽ അടുത്തൊരു നല്ല പണിയും കൂടി കണ്ടെത്തി ഇതിന്റെ കൂടെ തന്നെ എങ്ങനെ നന്നാകാൻ കഴിയും, അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹു നമുക്ക് നല്ല വഴികൾ ഇങ്ങനെ തുറന്നു തരും. ആ ഒരു പോസിറ്റീവ് എനർജി ചിന്തയിലും ജീവിതത്തിലൊക്കെ ഉണ്ടാവും. ഒരു ചെറിയൊരു പ്രാർത്ഥന ഞാൻ പറഞ്ഞുതരുത്, നിങ്ങൾ മറക്കരുത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലേക്ക് കയറി വന്നു. ഇദ്ദേഹം വളരെ മൂകനായി എന്തോ ഒരു അസ്വസ്ഥതയോടുകൂടി ഇരിക്കുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ അബൂ ഉമാമ എന്ന് ചോദിച്ചു. നബിയെ, വല്ലാത്ത കടം കൊണ്ട് പൊറുതി മുട്ടി, ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രാർത്ഥന നീ ചൊല്ല്, നിനക്ക് ആശ്വാസം കിട്ടുന്നു. എന്താ പ്രാർത്ഥന എന്നറിയാം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വഅഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ജീവിതത്തിന്റെ എല്ലാ ഭാഗവും വന്നിട്ടുണ്ട് കേട്ടോ. ഹബ്ബ എന്ന് പറഞ്ഞാൽ ഒരു മനോവിഷമം, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, ഇരിക്കപ്പൊറുതിയില്ലാത്ത മാനസികാവസ്ഥ. കിടന്നാൽ ഉറക്ക് വരില്ല, കിടക്കാൻ കഴിയില്ല, ഇരുന്നാൽ ഇരിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നതിനാണ് ഹമ്മ് എന്ന് പറയുക. പടച്ചോനെ, എല്ലാതരം മനോവിഷമങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു. അശക്തിയിൽ നിന്ന്
അലസതയിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു, ഭീരുത്വത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തിദ്ദൈൻ വഖഹരി റിജാൽ, കടം എന്നെ അതിജയിക്കുന്നതിനെ തൊട്ട്, മറ്റുള്ളവരുടെ കൈകളാൽ ഞാൻ കീഴ്പ്പെട്ടു പോകുന്നതിൽ നിന്ന്, മറ്റൊരുത്തന്റെ മുമ്പിൽ അപമാനിതനായി പോകുന്നതിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന കൂടുതലായി ചൊല്ലിയിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തിദ്ദൈൻ വഅലബത്തിൽ അദു വശമാതത്തിൽ അദായി. വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. പടച്ചവനെ, കടം അതിജയിച്ചു പോവുക, ശത്രുക്കൾക്ക് കീഴ്പ്പെട്ടു പോവുക, ശത്രുക്കളാൽ എന്റെ കാര്യത്തിൽ ശത്രുക്കൾ സന്തോഷിക്കേണ്ടി വരിക, അങ്ങനത്തെ ഒരു സാഹചര്യം, ഒരു വല്ലാത്തൊരു തിക്കുമുട്ടുള്ളതല്ലേ. ഇതിനൊക്കെ കാത്തിരക്ഷിക്കണം, നമ്മൾ തേടണം പ്രാർത്ഥനകൾ. വീണ്ടും പറയാൻ സമയമില്ലെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും ഓർത്തെടുക്കണം. പടച്ചവനോട് പ്രാർത്ഥിച്ചു നോക്കിയേ, അള്ളാഹു നമുക്ക് നല്ല ഒരു പോസിറ്റീവായ എനർജി തരും. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ നമ്മൾ ശരിക്ക് ജീവിതത്തിൽ പുലർത്തി പ്രാർത്ഥനയോട് നീങ്ങിയാൽ ജീവിതം സുരക്ഷയാണ് എന്നതാണ് നബി സുന്നത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ. പ്രാർത്ഥനയോടുകൂടി നീങ്ങുക, എല്ലാ രംഗത്തും ദീന് ഉൾക്കൊള്ളാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക, പരിശ്രമങ്ങൾ ഉണ്ടാകുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. സകലമാന ജീവിത കെടുതികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ, നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മാറാവ്യാധി രോഗങ്ങൾ കൊണ്ട് റബ്ബേ നീ ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ. താങ്ങാൻ കഴിയാവുന്നതിലപ്പുറം പ്രയാസത്തിൽ നിന്നെല്ലാം ഞങ്ങളെ ഓരോരുത്തരെയും കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, സകല മുസീബത്തുകളിൽ നിന്നും കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് നിന്റെ റസൂലിന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് സംതൃപ്തമായ സുരക്ഷയുള്ള ജീവിതം നയിക്കാനുള്ള തൗഫീഖ് തന്ന് തുണക്കണമേ എന്നതാ. അള്ളാഹുവേ, ഈ ലോകം വിട്ട് പിരിയുമ്പോ നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം തന്ന് ഞങ്ങളെ നീ തുണക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.